ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. പഴുത്ത പപ്പായ കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെറും 3 ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് തീ കത്തിക്കുക പോലും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏത് കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട്. കടകളിലും പല പേരൊക്കെ ആയിരിക്കും പറയണത്. നമ്മുടെ ഇവിടെയൊക്കെ കപ്പളങ്ങാന്നൊക്കെ ആട്ടോ പറയണത്. അപ്പോൾ എന്താണെങ്കിലും ഇതോർണം എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലായിട്ട് മാറ്റാം. അപ്പോൾ നല്ല പഴുത്ത പപ്പായ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. അതായത് നല്ല മധുരമുള്ള പപ്പായ. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാനിത് ഹോം മെയ്ഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മിഠായി മെയ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇത് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം. അപ്പോൾ ഈ നാരങ്ങയുടെ നീര് ചേർക്കുമ്പോഴാണ് ഈ പപ്പായയ്ക്ക് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചെറിയൊരു കയ്പ്പ് ചുവ വരും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയുടെ നീര് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ജ്യൂസ് അടിക്കണതിലൊക്കെ, അതായത് നമ്മൾ പശുമ്പാലൊക്കെ ചേർക്കണതിന് പകരമായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ നാരങ്ങ നീര് ചേർത്താലാണ് ഇത് ഉണ്ടാവാണ്ടിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തത് ഇനി ഒരു നമുക്ക് എന്താണോ കണ്ടെയ്നറുള്ള എന്ത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു പാത്രത്തിലായിട്ട് ഒഴിച്ചു വയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ അതേ ഐസ്ക്രീമിൻ്റെ ടിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം, അതായത് ഒന്ന് തട്ടിക്കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ലെവലായതിന് ശേഷം നമുക്കിത് ഫ്രീസറിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സെറ്റായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചോളൂ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ പുഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ജെലാറ്റിൻ, ചൈന ഗ്രാസ് അല്ലെങ്കിൽ കോൺഫ്ലോർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം. പക്ഷേ ഇത് നോക്കിയേ എന്തൊരു എളുപ്പത്തിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അതായത് ഇപ്പോൾ കൊട്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ കൊടുക്കണം അതിൻ്റെ ഷേപ്പിനനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം, അപ്പോഴല്ലേ കുറച്ചുകൂടെ ഭംഗിയാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊരു നമ്മുടെ പുതിന വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയും പിന്നെ ചുറ്റിനുമായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ പപ്പായ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പപ്പായ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റി. വലിയ റിസ്ക് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പപ്പായ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.